അപ്പോൾ ദേ ഒരു നീണ്ട യാത്രയിലേക്കാണ് കേട്ടോ. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. യാത്ര പോകുന്നത് ഞാനൊന്നുമല്ല കേട്ടോ, മോനാണ്. കോളേജിൽ നിന്ന് ഐവി പോവുകയാണേ. അപ്പോൾ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ അതേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡയമണ്ട് കട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം വെട്ടുകേക്കൂടെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ സമയം കുറവ് കാരണം അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചില്ലി സോയയാണ്. നമ്മുടെ ചപ്പാത്തിയിൽ സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്ത് കൊടുത്തു വിടുന്നതാണ്. അപ്പം രാത്രിയിലത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കുട്ടികൾക്ക് കഴിക്കാനും സൗകര്യം. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ. നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് ഇടണം കേട്ടോ, ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അത് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണേ. അങ്ങനത്തെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ എപ്പോഴത്തേക്കും രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് സ്നാക്സും പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ എപ്പോഴത്തേക്കും ചപ്പാത്തിയൊക്കെ റോൾ ചെയ്ത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് അലുമിനിയം ഫോയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മോനൂസ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും കൂടെയാണ് കേട്ടോ നമ്മൾ ട്രെയിൻ കയറ്റി വിടാനായിട്ട് പോകുന്നത്. കൊല്ലത്തു നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവർ പോകുന്നത് അഹമ്മദാബാദിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാജസ്ഥാൻ ജയ്സാൽമേർ, അത് കഴിഞ്ഞിട്ട് കാശ്മീർ, അതും കഴിഞ്ഞ് ആഗ്രയിൽ താജ്മഹലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയെ തിരിച്ച് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇപ്പം കുറേ വർഷമായി ട്രെയിനിൽ കയറിയിട്ടേ. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തേ. മോനപ്പോഴത്തേക്കും ബാഗൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് പോയി, കാരണം അവിടെ ഫ്രണ്ട്സൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇനി കുറച്ച് പേര് വരാനുണ്ട്, പിന്നെ ഇവരുടെ സാറും വരാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ കുറേ ട്രെയിനുകളൊക്കെ പോകുന്നു കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എന്തോ ഭയങ്കര സന്തോഷം. അങ്ങനെ മോൻകുട്ടന്മാരെല്ലാം ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഫ്രണ്ടിൻ്റെ അപ്പൂപ്പൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ ട്രെയിനുകളുടെ രാജാവായ വന്ദേ ഭാരത് ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ട്. വന്ദേ ഭാരതിൽ ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള അവസരമൊക്കെ വരുമായിരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ വളരെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഒരു പഫ്സും ഒരു ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവന്മാർ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇവർ ട്രെയിനൊക്കെ വരാറായേ. ഇവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലൊക്കെ നിൽക്കുവാണേ. എല്ലാവരുടെ കയ്യിലും അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓർമ്മിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു സൈഡ് ബാഗ് എന്തായാലും ഇട്ടേക്കുന്ന കാരണം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഇട്ടേക്കാമല്ലോ. അങ്ങനത്തെ അവർക്ക് പോകാനുള്ള ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം വീട് ഉറങ്ങിയതുപോലെ ആയിരിക്കും, കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് ദിവസം മാറി നിന്നിട്ടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഞാനും ഹസ്ബൻഡും പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അമ്മയും കൂടി ഇങ്ങനെ പിറകെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ ട്രെയിനിലൊക്കെ കയറി. അത്യാവശ്യം സീറ്റൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ചൊക്കെ ഇരുന്നു. ഭയങ്കര ചൂടാണ് കേട്ടോ. ട്രെയിൻ അങ്ങ് പോയതിന് ശേഷം ഞങ്ങളും തിരിച്ച് പോവുകയാണ്. അപ്പോൾ നല്ലൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കെന്തായാലും കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അവരെങ്കിലും സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറേ നല്ല വീഡിയോസും ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.